പിന്നില്ലേ, ഈ അടുത്ത് എൻ്റെ ഒരു പഴയ ഫ്രണ്ട്, ഓൾമോസ്റ്റ് ഞങ്ങൾ 8 years ആയിട്ട് ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നില്ല. 8 years മുമ്പ് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് സംസാരിച്ചത് ഒരു ആർഗ്യുമെന്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് എന്തോ രണ്ടുപേരുടെ ഈഗോയും സംസാരിക്കാൻ സംഭവിച്ചില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ലാസ്റ്റ് 8 years ആയിട്ട് വാച്ചിങ് ഈച്ച് അതർ, ലൈക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സപ്പ് വഴിയും സ്റ്റോറീസ് വഴിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്, അപ്ഡേഷൻസ് അറിയുന്നുണ്ട്. ബട്ട് ഒരു ബർത്ത്ഡേ വിഷസോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കില്ലായിരുന്നു. കപ്പിൾ ഓഫ് മന്ത്സ് ബിഫോർ ഷീ ജസ്റ്റ് ടെക്സ്റ്റ് മീ ആൻഡ് എന്തോ സമയത്ത് എനിക്ക് പുള്ളിക്കാരെ വിളിക്കാൻ തോന്നി. ഞാൻ പുള്ളിക്കാരെ വിളിച്ചു. ഓൾമോസ്റ്റ് 2 or 3 hours ഞങ്ങൾ കണ്ടിന്യൂസ് സംസാരിച്ചു. ഞങ്ങൾ ആ കോൺവെർസേഷനിൽ ഞങ്ങൾ കുറെ കരഞ്ഞു, ഞങ്ങൾ കുറെ ചിരിച്ചു, ഞങ്ങൾ കുറെ ആർഗ്യൂ ചെയ്തു. ആഫ്റ്റർ ഒരു 2 hours കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യം, എന്തിനായിരുന്നു ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ്ടിരുന്നത്? വൈ വി വേസ്റ്റ് ദ 8 years? ആ 8 years ഞങ്ങൾക്ക് ഉണ്ടാവേണ്ട മെമ്മറീസ്, ഹാപ്പിനെസ് എന്തിനായിരുന്നു ഞങ്ങൾ കളഞ്ഞത്? ബിക്കോസ് ഓഫ് ദ ഈഗോ. മേ ബി ഞങ്ങൾ രണ്ടുപേരും സൈഡിൽ എന്തൊക്കെയോ ശരിയുള്ളതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ആ ഈഗോ വെച്ചിരുന്നത്. എന്റെ ഭാഗത്ത് ശരിയുണ്ടല്ലോ, അവളല്ല തെറ്റിയത് എന്ന് ഞാനും. അവൾ വിചാരിച്ചു എന്റെ ഭാഗത്താണല്ലോ ശരി, അവളല്ല തെറ്റിയത്, അവൾ സംസാരിക്കട്ടെ എന്ന് അവളും വിചാരിച്ചിരുന്നു. പക്ഷേ ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 8 years നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നിങ്ങളും എന്തെങ്കിലും കാരണം കൊണ്ട്, നിങ്ങളുടെ ഈഗോ കാരണം കൊണ്ട് ആരോട് സംസാരിക്കാത്തതോ, അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കട്ടെ അല്ലെങ്കിൽ അവൻ മെസ്സേജ് അയക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഇതൊരു ചെറിയ ലൈഫാണോ? ഇന്ന് നമ്മൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ നാളെ അവരുണ്ടാവുന്നു, അടുത്ത സെക്കൻഡ് എന്താ നടക്കുന്നത് പോലും നമുക്കറിയാം. സോ ആ ഈഗോ കളഞ്ഞ് ജസ്റ്റ് reconnect the souls, make memories, make happiness. എന്തിനാണോ ഈഗോ വെച്ചിരിക്കുന്നത്? ജസ്റ്റ് മെസ്സേജ് them and be happy.